ഡോക്ടർ ശശി തരൂർ സംസാരിക്കുന്നു. രീതി എന്താണ്? വിജയം കഴിഞ്ഞ ശേഷം ജയിച്ച MLA-മാരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച ശേഷം ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതൊക്കെ ഇപ്പോൾ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? I don't give personal opinions at this particular time on this particular subject. What are your expectations from the results, sir? Because the exit polls are giving an edge to the UDF. How many seats you are predicting that? No, I think again, exit polls in our country have lots of problems. So I don't want to particularly rely on them, but they have all agreed with each other, which is amazing. Unanimous conclusion. And also, frankly, all the experts, the journalists, the observers, political analysts from various parties whom I have spoken to since the 4th of April, they're all unanimous that this is going to be a UDF win. So it would be an astonishing result if it were not that kind of win. So I think we're here to see what comes in tomorrow morning, but I'm expecting by mid-morning it will be a very clear and convincing narrative in our favor. എല്ലാവരും കൂടെ ഒരുമിച്ച് അധികാരത്തിലെത്തുമെന്നുള്ളതാണ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ വിശ്വാസം അങ്ങനെ തന്നെ. ഈ വിജയിച്ചു വന്ന MLA-മാരിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക. ആ വിഷയം കൂടി എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഞാനല്ല തീരുമാനം എടുക്കാൻ പോണത്. ഞാൻ പറയാം, ജയിച്ച MLA-മാരെ എല്ലാവരും കണ്ട് അവരുടെ അഭിപ്രായം അറിയുന്നതാണ് ഞങ്ങളുടെ സാധാരണ പ്രാക്ടീസ്. അത് ഒരു പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുമ്പോഴും ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ അവസാനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഡൽഹിയിലത്തെ ഹൈക്കമാൻഡാണ് തീരുമാനം അവസാനത്തെ എടുക്കാൻ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം നടപ്പാവും. രാഹുൽ ഗാന്ധിയുടെ വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം. Can MP become a CM, sir? Look, I know exactly what you're trying to get me to say. I'm not saying any of that. The answer is very clear. We have a standard practice in the Congress Party. After the election results, the victorious വാർത്താലേഖരെ കാണുകയായിരുന്നു ഡോക്ടർ ശശി തരൂർ. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരികയാണല്ലോ, എന്നിട്ട് ആവാം അഭിപ്രായ പ്രകടനം. അദ്ദേഹം പറയുന്നത് അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല. പക്ഷേ എക്സിറ്റ് പോളുകൾ യുണാനിമസ് ആയിട്ട് വളരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാവരും UDF അധികാരത്തിൽ വരും എന്ന് പറയുമ്പോൾ നമുക്കതിനെ അവിശ്വസിക്കാനും പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. VD സതീശൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കാനായിട്ടാണ് അദ്ദേഹം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പക്ഷേ വാർത്താലേഖകരോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം രാവിലെ മുതൽ തന്നെ അദ്ദേഹം വാർത്താലേഖകരെ കാണുമ്പോൾ നല്ല ചിരിയൊക്കെ പാസ്സാക്കി അദ്ദേഹം കടന്നു പോവുകയാണ്. ആ ചിരിയിലെല്ലാം ഉണ്ട് ഒരു ദിവസം കൂടി കാത്തിരുന്നു കൂടെ, ഇത്രയും കാലം കാത്തിരുന്നില്ല എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.